നേഴ്സിംഗ് ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. നെയിം സൈക്കിന് ഒരു ഹോസ്പിറ്റലും കുറെ MBBS സ്റ്റുഡൻസ് മാത്രം മതിയോ? പേഷ്യന്റ് എക്സ്പോഷർ ഇല്ലാത്ത മെഡിക്കൽ കോളേജിൽ നമ്മുടെ പൈസ കൊണ്ട് കളയുന്നതിനേക്കാളും നല്ലതല്ലേ പ്രീമിയം ഹോസ്പിറ്റൽസിൽ നഴ്സിംഗ് പഠിക്കുന്നത്? ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ പ്രീമിയം ഹോസ്പിറ്റൽസുമായിട്ട് ടൈപ്പ് ഉള്ള കോളേജിൽ പഠിക്കുന്നതല്ലേ ബെറ്റർ? അതാകുമ്പോൾ സ്റ്റുഡൻസിന് ഏറ്റവും നല്ല ക്ലിനിക്കൽ എക്സ്പോഷറും കിട്ടും. അപ്പോഴും സ്റ്റുഡൻസിന്റെ അടുത്തൊരു കൺസേൺ എന്ന് പറയുന്നത് ക്യാമ്പസ് ലൈഫ് കിട്ടില്ല എന്നാണ്. പക്ഷേ നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ക്യാമ്പസ് ലൈഫിലല്ല, ഹോസ്പിറ്റലിന്റെ എക്സ്പോഷറിലാണ്. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ദിസ് ഇസ് ശരത് ഫ്രം ക്യാമ്പസ് മാൻ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ശരിയായിട്ടുള്ള നഴ്സിംഗ് കോളേജ് സെലക്ട് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. BSc നഴ്സിംഗ് ഇന്ന് കേരളത്തില് പണ്ട് സിനിമയിൽ ആരോ എഞ്ചിനീയറിംഗിനെ കുറിച്ച് പറഞ്ഞതുപോലെയാണ്. ഒരു കല്ലെടുത്ത് മേലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ അത് BSc നഴ്സിംഗ് പഠിക്കുന്നവരുടെ തലയിൽ വീഴും, ഇനി അതും അല്ലെന്നുണ്ടെങ്കിൽ പാരാമെഡിക്കൽ പഠിക്കുന്നവരുടെ തലയിലായിരിക്കും വീഴുന്നത്. സോ ഇന്നത്തെ കാലത്ത് സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ കരിയറായിട്ട് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നഴ്സിംഗ് ആണ്. അതിന്റെ റീസൺ വേറൊന്നുമല്ല, ദ ഡിമാൻഡ് ഓഫ് നഴ്സസ് ഇൻ എബ്രോഡ്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, ഇത്രയും ജോബ് വേക്കൻസീസ് നഴ്സിംഗിന് എബ്രോഡ് ഉണ്ടോ എന്നുള്ളതിലാണ്. ആൻഡ് മോർ ഓവർ, അത്രയ്ക്ക് ഈസി ആണോ നഴ്സിംഗിന് ജോബ് കിട്ടാൻ? ഓക്കെ, എബ്രോഡ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ത്യയിൽ ഗവൺമെന്റ് സർവീസസിലും പ്രീമിയം ഹോസ്പിറ്റൽസിലും മാത്രമാണ് നഴ്സിംഗ് കഴിഞ്ഞവർക്ക് നല്ല സാലറി പാക്കേജസ് ഉള്ളത്. പക്ഷേ ഇന്നത്തെ ഈ ലോകത്ത് ലക്ഷക്കണക്കിന് കുട്ടികളാണ് BSc നഴ്സിംഗ് പഠിച്ച് പാസ് ഔട്ട് ആവുന്നത്. ഇനി അടുത്തൊരു കാര്യം, നഴ്സിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ജോബ് കിട്ടും എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് എല്ലാവരും നഴ്സിംഗ് കരിയർ ആയിട്ട് ചൂസ് ചെയ്യുന്നത്. പക്ഷെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നഴ്സിംഗ് പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ജോബുകൾ എന്തൊക്കെയാണ്, നമ്മുടെ ഷിഫ്റ്റ് ടൈമിങ്ങുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ തരം ടാസ്കുകളാണ് നമ്മുടെ കരിയറിൽ വരുന്നതിനെ പറ്റി? ഈ ബ്ലഡ് കണ്ടാൽ തല കറങ്ങി വീഴുന്നവർ പോലും ഈ നഴ്സിംഗ് ആണ് കരിയർ ആയിട്ട് ചൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ശരി, നിങ്ങളുടെ പാഷൻ കൊണ്ടാണ് നഴ്സിംഗ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ ഫിയർ ഒക്കെ നിങ്ങൾ ഓവർകം ചെയ്യുമായിരിക്കും. പക്ഷേ ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫീൽഡിൽ സർവൈവ് ചെയ്യാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അത് മാത്രമല്ല, നിങ്ങൾ പാഷനോടുകൂടിയും ഇൻട്രസ്റ്റോട് കൂടി അല്ല ഈ കോഴ്സ് ചൂസ് ചെയ്തെങ്കിൽ കുറച്ചു കാലം നിങ്ങൾ വർക്ക് ചെയ്യുമായിരിക്കും. പക്ഷെ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ നിങ്ങൾ ഈ ഫീൽഡ് മടുക്കാൻ തുടങ്ങും, നിങ്ങൾ മറ്റൊരു ഇൻഡസ്ട്രിയിലോട്ട് ക്വിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. സോ നിങ്ങളുടെ പാഷൻ അനുസരിച്ചല്ല, നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചല്ല നിങ്ങളുടെ കോഴ്സ് ചൂസ് ചെയ്യുന്നെങ്കിൽ ഇഷ്ടമില്ലാത്ത പീരീഡ് നിങ്ങൾ ക്ലാസ്സിൽ വാച്ച് നോക്കിയിരിക്കുന്ന അവസ്ഥയായിരിക്കും നിങ്ങളുടെ ലൈഫ്. കാരണം നേഴ്സ് എന്ന് പറയുന്നത് ലൈക്ക് എൻ ഏഞ്ചൽ ആണ്. അങ്ങനെ ഒരു ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് അല്ല. പേഷ്യൻസ്, കെയറിംഗ്, ഇങ്ങനെയുള്ള നല്ല നല്ല ക്വാളിറ്റീസ് ഉള്ളവർക്ക് മാത്രമേ ഒരു നേഴ്സ് ആവാൻ കഴിയത്തുള്ളൂ. ഈ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി നമ്മൾ കോളേജ് ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ് ആയിരിക്കണം എന്നുള്ളതാണ്. കാരണം മെഡിക്കൽ കോളേജസ് ആകുമ്പോൾ ഡോക്ടേഴ്സിന്റെ ക്ലാസ് കൂടെ കിട്ടുമെന്നുള്ള ഒരു മിസ്കൺസെപ്റ്റ് ഉണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, മെഡിക്കൽ കോളേജും നഴ്സിംഗ് കോളേജും തമ്മിൽ യാതൊരു തരം ബന്ധവും ഇല്ല. നഴ്സിംഗ് കോളേജിന്റെ ഫാക്കൽറ്റീസും പ്രിൻസിപ്പളും എല്ലാം തന്നെ വേറെയാണ്. കാരണം മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ MBBS പഠിക്കാനുള്ള ഒരു സെപ്പറേറ്റ് കോളേജാണ്. ഈ നഴ്സിംഗ് പഠിക്കുമ്പോൾ ചില സബ്ജക്റ്റുകൾക്ക് മാത്രമാണ് ഡോക്ടേഴ്സിന്റെ ക്ലാസ്സസ് മെഡിക്കൽ കോളേജിൽ കിട്ടാറുള്ളത്. പ്രീമിയം ഹോസ്പിറ്റൽസിൽ പഠിച്ചാലും ഇനി അല്ല പ്രീമിയം ഹോസ്പിറ്റലുമായിട്ട് ടൈപ്പ് ഉള്ള കോളേജുകളിൽ പഠിച്ചാലും ഡോക്ടേഴ്സിന്റെ ക്ലാസ് ഒക്കെ ആ കോളേജിൽ നിന്നും സ്റ്റുഡൻസിന് കൊടുക്കാറുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ട മേജർ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നഴ്സിംഗ് പഠിക്കാൻ ചൂസ് ചെയ്യുന്ന കോളേജിന്റെ ഹോസ്പിറ്റലാണ്. നമ്മൾ നഴ്സിംഗ് പഠിക്കാൻ എടുക്കുന്ന കോളേജിന്റെ ഹോസ്പിറ്റൽ ആ ഒരു പ്ലേസിലെ ടോപ്പ് ഹോസ്പിറ്റൽ ആണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അത് മാത്രമല്ല, അവിടെ പേഷ്യൻസ് അസുഖങ്ങളുടെ ട്രീറ്റ്മെന്റിനായിട്ട് തേടി വരുന്ന രീതിയിലുള്ള ഒരു ഹോസ്പിറ്റൽ ആണോ എന്ന് ഉറപ്പുവരുത്തണം. ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു ഏരിയയിലെ ഏറ്റവും നല്ല ബിസി ഹോസ്പിറ്റൽ ആയിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. കാരണം ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും മെഡിക്കൽ കോളേജുകളുണ്ട്. MBBS പഠിപ്പിക്കാനുള്ള അപ്രൂവൽ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ കാണുന്ന മെഡിക്കൽ കോളേജുകൾ പോലെ വളരെയധികം പേഷ്യന്റ് എക്സ്പോഷറുകളോ ആൾക്കാർ തേടി വരുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റുകളോ ഒന്നും തന്നെ ഈ പറഞ്ഞ മെഡിക്കൽ കോളേജസിന് കാണത്തില്ല. നെയിം സേക്കിന് ഒരു ഹോസ്പിറ്റൽ മാത്രമേ കാണത്തുള്ളൂ. ആസ്റ്റർ, മണിപ്പാൽ, അപ്പോളോ ഇതെല്ലാം പ്രീമിയം ഹോസ്പിറ്റൽസ് ആണ്. എന്തുകൊണ്ടും ഒരു ആവറേജ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നതിനേക്കാളും നല്ലതാണ് ഈ പറയുന്ന ഹോസ്പിറ്റൽസിന് അണ്ടറിൽ പഠിക്കുന്നതോ ഈ പറഞ്ഞ പ്രീമിയം ഹോസ്പിറ്റലുകളായിട്ട് ടൈപ്പ് ഉള്ള കോളേജുകളിൽ പഠിക്കുന്നതോ. ഇങ്ങനെയുള്ളടത്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല ക്ലിനിക്കൽ പ്രാക്ടീസും ക്ലിനിക്കൽ എക്സ്പോഷറും കിട്ടുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഈ ആവറേജ് മെഡിക്കൽ കോളേജിൽ നമ്മൾ പഠിക്കുമ്പോൾ ആ ഒരു പേഷ്യന്റ് എക്സ്പോഷർ കുറഞ്ഞ മെഡിക്കൽ കോളേജുകളിൽ മാത്രമായിരിക്കും നമുക്ക് പ്രാക്ടിക്കൽസ് കിട്ടുന്നത്. അതേ സമയത്ത് നമ്മൾ ടൈപ്പ് ഉള്ള കോളേജുകളാണെങ്കിൽ മൾട്ടിപ്പിൾ ഹോസ്പിറ്റലുകളായിട്ട് ടൈപ്പ് ഉള്ളത് കൊണ്ടും നമുക്ക് മൾട്ടിപ്പിൾ രീതിയിലുള്ള ക്ലിനിക്കൽ എക്സ്പോഷർ നേടാനും അത് ഗുണം ചെയ്യും. ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് മെഡിക്കൽ കോളേജിൽ പഠിക്കരുത്, നിങ്ങളെ ടൈപ്പ് ഉള്ള ഹോസ്പിറ്റൽസിൽ പോയി പഠിക്കുക എന്നുള്ളതല്ല.
ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ആവറേജ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നതിനേക്കാളും നല്ലതാണ് ഈ പറഞ്ഞ പ്രീമിയം ഹോസ്പിറ്റൽസിൽ പഠിക്കുക എന്നുള്ളത്. ഇനി അതല്ല, നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ പഠിച്ചേ പറ്റൂ എന്നുള്ളെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ പോകുന്ന ആ പ്ലേസിലെ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജ് ആണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ആ മെഡിക്കൽ കോളേജ് ചൂസ് ചെയ്യാവൂ. എന്തുകൊണ്ടും ടൈപ്പ് ആയിട്ടുള്ള കോളേജുകളെക്കാളും നല്ലതാണ് ഏറ്റവും ടോപ്പ് പ്രീമിയം മെഡിക്കൽ കോളേജുകൾ. ഫസ്റ്റ് പ്രിഫറൻസ് അതിന് തന്നെ കൊടുക്കണം. സോ തിങ്ക് ബിഫോർ ഇൻവെസ്റ്റിംഗ് യുവർ മണി ആൻഡ് ടൈം ഫോർ നഴ്സിംഗ് ആസ് എ കരിയർ. So for more detailed counseling, you can contact Campus Man. This is Sharath from Campus Man, signing off.